അങ്ങനെ ഫ്രിസ്ബിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. ഒരു 1:64 പുതിയൊരു കളക്ഷൻ ഞാൻ വീണ്ടും എടുത്തു. ആൻഡ് ദിസ് വൺ കോസ്റ്റ് എ ലോട്ട്. ആദ്യമായിട്ടാണ് ഞാൻ പോപ്പ് കൾച്ചർ അഥവാ ഇത്ര ഇതിൻ്റെ ഒരു കളക്ഷൻ വാങ്ങണം. ആൻഡ് ദാറ്റ് ടു ഒരു സൂപ്പർ എന്നൊക്കെ പറയാം. എന്നാലും BMW ആണ് അകത്ത്. ഒരു പാൻഡം ജിയ സൂപ്രയാണ്. D1 GP 2024 ഇറങ്ങിയതാണെന്നാണ് 2024 ഇറങ്ങിയതാണ് ഡിയാഗോ സാറ്റോയിൽ. ആൻഡ് ദിസ് ഹാസ് എ പ്രിറ്റി കൂൾ കളക്ഷൻ. ഓക്കെ, ദ പോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞ കമ്പനിയിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി അവരുടെ കൂടുതലും മോഡിഫൈഡ് ആൻഡ് ഡിസൈൻ കാർസാണ് കൂടുതലും. നല്ല ക്ലിയർ സാധനങ്ങളാണ്, നല്ല വിലയുണ്ട്. ബൈ ദ വേ ദിസ് വൺ കെയിം ഇൻ എ ബോക്സ്. ഓഫ് കോഴ്സ് പ്ലാസ്റ്റിക് റാപ്പ് അതിൻ്റെ പുറത്തുണ്ട്. ഇപ്പോൾ ആസ് യു ക്യാൻ സീ ഞാൻ ഇപ്പോൾ അത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് നല്ല ക്വാളിറ്റിയിൽ സെക്യൂർഡ് ആയിട്ടാണ് അകത്ത് വന്നിരുന്നത്. ഒരു ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക്സിൽ അകത്ത് സെക്യൂർഡ് ആയിട്ടാണ് വന്നത്. ആൻഡ് വൈൽ വി സേ അബൌട്ട് ദാറ്റ് കമ്പനീനെ പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. മാനുഫാക്ചർ ഞാൻ പറഞ്ഞ പോലെ പോപ്പ് കൾച്ചർ ലിമിറ്റഡ് ആണ്. ആൻഡ് മെറ്റീരിയൽ യൂസ്ഡ് ഡൈകാസ്റ്റ് മെറ്റൽ ABS പ്ലാസ്റ്റിക്സ് ആണ്. മെയ്ഡ് ഇൻ ചൈനയാണ്. ബട്ട് ചൈന എന്ന് പറയുന്നത് നമുക്ക് തെറ്റുകാരുണ്ട്, ഭയങ്കര ചീപ്പ് ക്വാളിറ്റി. ബട്ട് ദിസ് വൺ ഈസ് പ്രിട്ടി കൂൾ. ഭയങ്കര നല്ല ക്വാളിറ്റി, നല്ല ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് സീരീസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാൻഡം ജിയ സൂപ്രയാണ്. D1 GP 2024 ആൻഡ് ഡിയാഗോ സാറ്റോ. സെയിങ് ഓഫ് ദിസ്, ഇതൊരിക്കലും മറ്റേ പിള്ളേരുടെ കളക്ഷൻ ആണെന്നുള്ള ചിലർ തെറ്റുകാരനുണ്ട്. അത് ഈ കമ്പനിയുടെ ഈ ബോക്സിൽ തന്നെ ഒരു ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ അഡൾട്ട് കളക്ടേഴ്സ് ആൻഡ് ഏജ് 14 ആൻഡ് അബവ്. ഇത് കളക്ടേഴ്സിനുള്ള വണ്ടിയാണ് 100%. ആൻഡ് ഈ വണ്ടിയുടെ ഡീറ്റെയിലിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഈവൻ സ്റ്റിക്കേഴ്സ് ആണെങ്കിലും പെയിൻറ്റ് ജോബ് ആണെങ്കിലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്. ആൻഡ് ടു ബി ഓണസ്റ്റ് വർത്ത് ഇറ്റ്. കിട്ടില്ല വണ്ടിയാണ്, കളക്ഷനിൽ വെക്കാൻ പറ്റിയ വണ്ടിയാണ്. അങ്ങനെ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട്. എൻ്റെ കളക്ഷനിലേക്ക് ഇനിയും കുറച്ച് വണ്ടീസും കൂടി കയറ്റണം, അതായത് ദിവസം ഉണ്ടാവുള്ളൂ. ഇതേപോലത്തെ നല്ല നല്ല വണ്ടികൾ കിട്ടുന്ന സ്ഥലങ്ങളും എല്ലാം ഞാൻ ഹണ്ട് ഓൺ ചെയ്തിട്ട് ഈ സീരീസിലുണ്ടാവും. ഇനി വരുന്ന വീഡിയോസിലും ഉണ്ടാവും. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.